Hi friends, welcome back to channel World of Tailor Bird ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സിമ്പിൾ ആയിട്ട് ഒരു പേപ്പർ കൊണ്ട് ഫ്ലവർ ചെയ്താലോ? സിമ്പിൾ ഫ്ലവർ ചെയ്യാം. അതിനായിട്ട് ഞാൻ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ബേബി പിങ്ക് പേപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലവർ ചെയ്യാൻ. പിന്നെ നമുക്കൊരു സർക്കിൾ വരക്കണം. സർക്കിൾ വരക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സി ഡി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു സർക്കിൾ വരക്കാം. അല്ല നിങ്ങൾക്ക് കോമ്പസ് വെച്ചിട്ടോ എങ്ങനെയല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ സർക്കിൾ വരക്കണമെങ്കിൽ അങ്ങനെ വരക്കാം. ഇപ്പം ഞാനിത് എടുത്തത് സി ഡി ആണ്. അതിനകത്ത് നമുക്ക് സർക്കിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിലൂടെ സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നേരെ ഇങ്ങനെ ഇതിൻ്റെ ഹാഫ് ആക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്തു വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യും. നമുക്കത് ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഈക്വലായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാർക്ക് വെച്ചിട്ടൊരു പിന്നെ മെഷർ ചെയ്തിട്ട് ചെയ്യുന്നത് മെഷർ ചെയ്തിട്ട് ചെയ്യുക. ഏകദേശം ഒരേ മെഷർമെൻറ്റിൽ നമുക്ക് വരക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് ഇപ്പോൾ 1 ഇഞ്ച് ആണെങ്കിൽ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത്, ഇവിടെയും 1 ഇഞ്ച് മാർക്ക് ചെയ്ത്, ഇവിടെയും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുക്കുക. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഇപ്പം വിചാരിക്കും ഈ ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണോ എന്ന്. അല്ല, ഞാൻ കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതുവരെ കട്ട് ചെയ്യാന്നാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ? കണ്ടോ, ഇതുവരെ നമുക്ക് ഈ ലൈന് വരെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അധികമായി പോകും, കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ ലൈന് വരെ ഒന്ന് കട്ട് ചെയ്യാം. ഫ്ലവറിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് ഭംഗി കൂട്ടണം. അതിനായിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ അറ്റം നമുക്കൊന്ന് പോയിൻ്റായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിങ്ങനെ കൊടുക്കുക. ഇപ്പോൾ ഒരു ഫസ്റ്റ് 1 സൈഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തു ഫുള്ളായിട്ട് കട്ട് ചെയ്യും. ഈ സൈഡ് നമ്മൾ റൈറ്റ് സൈഡിലൂടെ കട്ട് ചെയ്തെടുത്തു അല്ലേ? ഇനി നമുക്ക് ഇപ്പോഴത്തെ ഭാഗത്തേക്ക് കട്ട് ചെയ്യണം. അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്കും കട്ട് ചെയ്തെടുക്കും. നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് ഞാനല്ലേ ഇങ്ങനെ വെച്ച് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറ്റും. 2 സൈഡും കട്ട് ചെയ്തല്ലേ? ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. കേട്ടോ, ഇത് ഓപ്പൺ ചെയ്തു. വീണ്ടും ഇതും ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഒരു പെൻസിലോ അല്ലെങ്കിൽ പെന്നോ എന്തെങ്കിലും എടുത്ത് നമുക്ക് പെറ്റൽസ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കണം. ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പെറ്റൽസ് ഒന്ന് ഒളിഞ്ഞ് നിൽക്കും. ഈ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ പെൻസിലോണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ ഷേപ്പിൽ അങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ സിസേഴ്സ് എടുത്തിട്ട് നമുക്ക് ഈ സൈഡൊന്ന് മുറിച്ചു കൊടുക്കാം. ഈ ഭാഗം ഇത് കുറച്ച് വെച്ചിട്ട് ബാക്കി നോക്കുക. ഇത്ര വരെ ഞാൻ കട്ട് ചെയ്തു. ഇതുവരെ കട്ട് ചെയ്തു. അതേപോലെ ഈ സൈഡും കട്ട് ചെയ്തു. കുറച്ച് അവിടെ വെച്ച് ബാക്കി കട്ട് ചെയ്തു. ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുവിൽ റെഡ് കളർ ഫാബ്രിക് പെയിൻറ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ കുമ്പിളെന്ന് പറയും. കുമ്പിളാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ റെഡ് കളറ് ഒരു ഹാഫ് സൈഡ് മാത്രം, ഈ കട്ട് ചെയ്ത ഹാഫ് സൈഡില്ലേ അതിൻ്റെ ഒരു ഹാഫ് സൈഡ് മാത്രം ഞാൻ കളറ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലേശം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം
ഇങ്ങനെ നമ്മൾ കുമ്പിളെന്ന് പറയും, കുമ്പിളെന്ന് പറയാം, അങ്ങനെയും പറയാം. നമ്മളെ ഒന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റെഡ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നു ഉണ്ടാവും. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കോണായിട്ട് എന്നിട്ട് ഇവിടെ നമുക്ക് ഫെവിക്കോൾ ഇട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്തു മറ്റേതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഫ്ലവർ ഒന്ന് റെഡിയായി അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മ് വേണം, ലീഫ് വേണം. ഇതിനായിട്ട് ഞാനൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തു. ഇനി ഈ ഭാഗം നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് പേപ്പർ സ്റ്റിക്ക് ആക്കുവാന്ന്. നമുക്കൊന്ന് റോൾ ചെയ്യണം. പേപ്പർ സ്റ്റിക്ക് റെഡി ആയിട്ടല്ലേ. നമുക്ക് ഇതിനകത്തേക്ക് ആ പൂ കടത്തി വിടാൻ കുറച്ചൊരു സ്ഥലം വെച്ചിട്ട് നമ്മൾ ചെയ്യുക. ഇനി 2 ലീഫ് വേണം. അതിനായിട്ട് 2 ലീഫിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് വരക്കുക. എന്തെങ്കിലും ഒരു ഷേപ്പിലുള്ള ലീഫ് വരച്ചെടുക്കുക. ഞാനിങ്ങനെ ഒരു ലീഫ് വരക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലീഫ് വരച്ചു. ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 2 ലീഫ് വേണ്ടതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നേരെ ഹാഫാക്കി മടക്കി ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് 2 ലീഫ് കിട്ടും. 2 ലീഫിൻ്റെ കിട്ടി. ഇനി ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. നമുക്ക് റെഡി ആയിരുന്നു. നിങ്ങൾക്ക് എത്രയാണോ ലീഫ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുമോ. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഇതേപോലെ പെൻസിൽ കൊണ്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുത്താൽ ലീഫിൻ്റെ നമുക്കിങ്ങനെ ഒരു ഇച്ചിരി ഒന്ന് ഒടിഞ്ഞ ഷേപ്പ് കിട്ടുമല്ലേ. ലീഫിനൊന്ന് വെറുതെ നമുക്കൊരു ഭംഗി വിട്ടാൻ വേണ്ടി ഒരു ലൈൻ കൊടുക്കുക. അപ്പോൾ മിഡിലെ സൈഡിലെല്ലാം ഉള്ള ചെറുങ്ങനെ ഒന്ന് അറിയാത്തുള്ള ലൈൻ കൊടുത്ത് 2 ഇങ്ങനെ കിട്ടാം കൊടുക്കണം. റെഡിയായി. ഇനി നമുക്ക് ഈ സ്റ്റെമ്മ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ നമുക്കൊന്ന് ഹോൾഡറിൻ്റെ വെറുതെ ഒരു ഷേപ്പിൽ നമുക്കൊന്നിങ്ങനെ ഒരു ഈ ഷേപ്പാണല്ലോ. അപ്പോൾ അതൊന്ന് വരയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഓരോരാൾക്ക് ഐഡിയക്ക് അനുസരിച്ച് അതില്ലാതെയും ചെയ്യുക. അപ്പം ഇങ്ങനെ കണ്ടോ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ഫെവിക്കോൾ ഇടുക. ഇച്ചിരി ഫെവിക്കോൾ ഇതിനകത്ത് ഇടുക. ഏത് ഗ്ലൂ ആണോ യൂസ് ചെയ്യുന്നത് ആ ഗ്ലൂ ഉപയോഗിക്കുക. ഇടുക. ഹോൾഡ് ചെയ്ത് വെച്ചു. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഗ്ലൂ ആക്കുക. ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ വെക്കുമ്പോൾ ആ ഫ്ലവറിന് കുറച്ചുകൂടെ ഭംഗി കൂടും. ഭാഗം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോരാളും ടേസ്റ്റിനനുസരിച്ച് ചെയ്യും. ഇതില്ലാതെയും ചെയ്യാം. ഇനി നമുക്ക് ലീഫ് ഒന്ന് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യണം അല്ലേ. എവിടെയാണ് ലീഫ് ഫിക്സ് ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ ഫിക്സ് ചെയ്യണം. അതിനായിട്ട് ഗമ്മ് കുറച്ച് ഫ്ലവറും ലീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ലീഫിലേക്ക് ഇങ്ങനെ അവിടെ സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇത് വെറും പേപ്പർ കൊണ്ട് മാത്രം ചെയ്ത ഫ്ലവറാണ്. ഇത് കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റിയിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ഒടിച്ചൊക്കെ വെക്കാനൊക്കെ പറ്റും. ഉണ്ടാവും. ഇങ്ങനെ കൂട്ടുകാർക്കൊക്കെ ചെയ്ത് നോക്കുക. ഇത് ഇങ്ങനെ പേപ്പർ കൊണ്ട് മാത്രമായാലും അല്ല ഈ കമ്പി വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കുക. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ
സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.